A short time ago, the United States military began major combat operations in Iran. Our objective is to defend the American people by eliminating imminent threats from the Iranian regime, a vicious group of very hard, terrible people. Its menacing activities directly endanger the United States, our troops, our bases overseas, and our allies throughout the world. A short time ago, the United States military began major combat operations in Iran. ന്യൂസ് ഡെസ്കിൽ നിന്ന് സുഹൈൽ മുഹമ്മദ് കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സുഹൈൽ, കഴിഞ്ഞ ദിവസം ട്രംപിന്റെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടതാണ്. വിഷയവുമായി ബന്ധപ്പെട്ട് നല്ലതല്ലാത്ത പല കാര്യങ്ങളും നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് രീതിയിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ അത് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം കൂടി ലഭ്യമാകുന്നു. അങ്ങനെയാണെങ്കിൽ സംയുക്തമായ ഒരു ഓപ്പറേഷനാണ് അവിടെ നടന്നത് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അമൃത, തീർച്ചയായും തുടക്കത്തിൽ നമ്മൾ കരുതിയത് ഈ പറയുന്ന പോലെ നാലാമത്തെ ചർച്ചയ്ക്ക് മുന്നോടിയായ ഒരു സമ്മർദ്ദ തന്ത്രം എന്ന രീതിയിൽ ഒരു ഇസ്രായേലിനെ ഉപയോഗിച്ചൊരു അറ്റാക്ക് നടത്തുക എന്നാണ് നമ്മൾ തുടക്കത്തിൽ കരുതിയത്. അതായത് ഈ നാലാമത്തതിലെങ്കിലും ഈ പറയുന്ന ആണവ നിരായുധങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയിലേക്ക്, ധാരണയിലേക്ക് ഇറാനെ സമ്മർദ്ദത്തിലാക്കി കൊണ്ടുവരാൻ ശ്രമത്തിലായിരുന്നു ഈ ഒരു അറ്റാക്കിന് തുടക്കം കുറിച്ച് നമ്മൾ അനുമാനിച്ചത്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. ഇതൊരു സംയുക്ത ഓപ്പറേഷൻ ആണെന്ന് പറയുമ്പോൾ അമേരിക്ക ഇറങ്ങിയിരിക്കുന്നു, രണ്ടും കൽപ്പിച്ച് അമേരിക്ക ഇറാനെതിരെ ഇറങ്ങിയിരിക്കുന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇത് സാധൂകരിക്കുന്ന പ്രതികരണമാണ് ഡൊണാൾഡ് ട്രംപിൽ നിന്നുണ്ടാകുന്നത്. അതിനപ്പുറം തന്നെ ഇസ്രായേലിൽ നിന്ന് ചില പ്രതികരണങ്ങൾ വരുന്നു. 4 ദിവസങ്ങളിൽ ഇനി അങ്ങോട്ട് 4-ാം നാൾ ടെഹ്റാൻ ഇങ്ങനെ ആയിരിക്കില്ല എന്ന് പറയുമ്പോൾ കൃത്യമായൊരു പ്ലാനിങ് ഇതിന് പിന്നിലുണ്ട്. അതായത് ഈ പറയുന്ന ഇറാന് മേൽ അതിക്രമങ്ങൾ അല്ലെങ്കിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുക എന്നതിനപ്പുറത്തേക്ക് ഒരു ഭരണമാറ്റത്തിനുള്ള നീക്കുപോക്കുകൾ ഈ പറയുന്ന അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭാഗത്തു നിന്നുണ്ടാകും. നമ്മളത് കണ്ടതാണ്. 1979 ശേഷമാണ് ഈ പറയുന്ന ഇറാനിൽ ഈ പറയുന്ന ഇസ്ലാമിക ഭരണം വരുന്നത്. അതിന് മുമ്പ് അത്തരത്തിലുള്ള ഭരണമായിരുന്നില്ല. ഈ ഇസ്ലാമിക ഭരണം എത്ര നാൾ ഇറാനിൽ നിലനിൽക്കും, അത്രത്തോളം കാലം അത് ഇസ്രായേലിന് അതൊരു വലിയ ഭീഷണിയാകുമെന്ന് പല ആവർത്തി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇറാന്റെ ഭീഷണി പൂർണ്ണമായി ഒഴിവാക്കുക എന്നുകൊണ്ട് ഇസ്രായേലും അമേരിക്കയും ഉദ്ദേശിക്കുന്ന ഭരണമാറ്റം തന്നെയായിരിക്കും. നിലവിൽ നമുക്കറിയുന്ന പോലെ തന്നെ വിഘടനവാദികൾ ഒരുപാട് പേർ ഇറാനിൽ ഇപ്പോഴുമുണ്ട്. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ പല രീതിയിൽ പല ആവർത്തി അവിടെ നമ്മൾ കണ്ടതാണ്. അതൊക്കെ അതിശക്തമായി അടിച്ചമർത്തിയത് നമ്മൾ കണ്ടതാണ്. അതായത് ഈ രാജ്യത്തിനുള്ളിൽ തന്നെ ഇറാനുള്ളിൽ തന്നെ ഒരു വലിയ വിഭാഗം ഈ പറയുന്ന സുപ്രീം ലീഡർ ഖമനേയ്ക്കെതിരായും അവരുടെ ഭരണത്തിനെതിരായും നിലകൊള്ളുന്നുണ്ട്. ഇവരെ കൂടി ഉപയോഗിച്ചുകൊണ്ട് ഒരു ഭരണമാറ്റത്തിലേക്കുള്ള നീക്കങ്ങൾ കൂടി ഇസ്രായേലിന്റെയും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് നമുക്ക് താൽക്കാലികമായും പ്രാഥമികമാണെങ്കിൽ ഒന്ന് അനുമാനിക്കേണ്ടി വരും. കാരണം 4-ാം നാൾ ടെഹ്റാൻ ഇങ്ങനെ ആയിരിക്കില്ല എന്ന ഇസ്രായേൽ തീർത്തു പറയുമ്പോൾ നിസ്സാരം ഒരു സൈനിക ആക്രമണങ്ങൾക്ക് അപ്പുറത്തേക്ക് രാഷ്ട്രീയമായ മാറ്റത്തിനുള്ള തയ്യാറെടുപ്പുകളും ഇസ്രായേലിന്റെയും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. അതിനപ്പുറത്തേക്ക് നമ്മൾക്ക് കാണേണ്ട കാര്യം, നമ്മൾ തുടക്കത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ ഇറാനുമേൽ ആദ്യം ഇസ്രായേൽ ആക്രമിച്ചു എന്ന വാർത്ത വരുമ്പോൾ നമ്മൾ കരുതിയത് 4-ാം ഘട്ട ചർച്ചയ്ക്ക് മുന്നോടിയായി ഇറാനെ ഒരു സമ്മർദ്ദത്തിലാക്കുക എന്ന തന്ത്രമാണ് എന്നാണ് നമ്മൾ അനുമാനിച്ചത്. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ. സംയുക്ത ഓപ്പറേഷൻ, അതായത് നമ്മൾ എന്താണ് ഇത്രയും കാലം കേൾക്കാൻ ആഗ്രഹിക്കാതിരിക്കുന്നത്, ഇങ്ങനെ ഒരു വാർത്ത നമ്മൾ വരല്ലേ എന്ന് ആഗ്രഹിച്ചിരുന്ന വാർത്തയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. വീണ്ടും ലോകം ഒരു യുദ്ധമുനയിലേക്ക് കടക്കുന്നു. ഇസ്രായേലും അമേരിക്കയും കൂടി ഇറാൻ ആക്രമിച്ചിരിക്കുന്നു. ഇനി അങ്ങോട്ട് അറിയേണ്ടത് മറ്റു രാജ്യങ്ങൾ ഇതിൽ ആരെ പിന്തുണയ്ക്കും. ഈ റഷ്യയും യുക്രൈൻ യുദ്ധം ആരംഭിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്. പിന്നീട് പല രീതിയിലുള്ള തുല്യശക്തികൾ ഒന്നിച്ചു ചേരുന്നതും ചിലർ യുക്രൈനോടൊപ്പം നിൽക്കുന്ന, മറ്റു ചിലർ റഷ്യയോടൊപ്പം നിൽക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. സമാനമായ രീതിയിൽ ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം 2 വശങ്ങളിലേക്ക് നീങ്ങും. ഇറാൻ ഇസ്രായേൽ ചേരിയിലേക്കും ഇസ്രായേൽ അമേരിക്ക ചേരിയിലേക്കും ചില രാജ്യങ്ങൾ ഇറാൻ ചേരിയിലേക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധത്തെ ഈ പറയുന്ന പശ്ചിമേഷ്യയിലേക്ക് മാത്രം കോറിയത് നമുക്ക് ഈ ഘട്ടത്തിൽ കാണാൻ കഴിയില്ല. അതിനപ്പുറത്തേക്ക് ഇതിന്റെ വ്യാപ്തി വലുതാണ്. ഏറ്റവും പ്രധാനമായും പറയേണ്ടത് സാമ്പത്തികമായ പ്രത്യാഘാതങ്ങൾ അതേറെയാകും. കാരണം ഹോർമുസ് കടലിടുക്ക് എന്ന് പറയുന്ന ഇറാന്റെ കൈവശം ഉണ്ടായിരിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എണ്ണ ഗതാഗതം അടക്കം നടന്നുകൊണ്ടിരിക്കുന്ന കടലിടുക്കാണ്. ഇതടക്കമുള്ള ചരക്ക് ഗതാഗതം നിലച്ചാൽ അത് സാമ്പത്തികമായി എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ഓരോ മണിക്കൂറുകളും അങ്ങേയറ്റം വിലപ്പെട്ടതാണ്. ഈ പറയുന്ന അന്താരാഷ്ട്ര സമൂഹം വളരെയേറെ ഗൗരവകരമായി തന്നെ കാര്യങ്ങൾ കാണും. ഇതിനിടയിൽ ഏതെങ്കിലും തരത്തിൽ നെഗോഷിയേഷൻ നടക്കുമെന്ന കാര്യങ്ങളും കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഒമാന്റെ നേതൃത്വത്തിൽ, ഒമാന്റെ മധ്യസ്ഥയിലായിരുന്നു നേരത്തെ നെഗോഷിയേഷൻ ചർച്ചകളൊക്കെ നടന്നത്. ഇത്തരത്തിൽ പശ്ചിമേഷ്യയിൽ മറ്റ് രാജ്യങ്ങളടക്കം എന്ത് നിലപാട് സ്വീകരിക്കും, ഇത് എങ്ങനെ തീർക്കാനാകുമെന്ന കാര്യങ്ങളായിരിക്കും അന്താരാഷ്ട്ര ലോകം ഇനി നമ്മൾ ഉറ്റുനോക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.